ഹലോ ഗൈസി ട്രാൻസ്പോർ വൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് നമ്മുടെ കൂനൂർ എന്നറിയപ്പെടുന്ന നീൽഗിരി എന്നറിയപ്പെടുന്ന ഊട്ടിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു നമ്മൾ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ 6:15 വണ്ടി ബസ്. അപ്പം നമ്മൾ നേരെ സ്റ്റാൻഡിലേക്കാണ് നടന്നു പോകുന്നത്. രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഊട്ടിയുടെ വ്യൂ നോക്കി. അതിലൂടെ പട്ടിയൊക്കെ കിടന്ന് കറങ്ങുന്നു. അവിടെ നോക്കി കണ്ട, അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് നമ്മൾ വണ്ടി എപ്പോഴാണെന്നൊന്ന് തപ്പുന്നു. ഇവിടെ തമിഴ്നാട് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല തിരിയുടെ സ്മെല്ല്, പിന്നെ നല്ല ഓൾഡ് ഇളയരാജ ഹിറ്റ്സ്. അതൊക്കെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാൻ പഠിക്കുന്നത്. പിന്നെ അവിടുത്തെ ചായ നല്ല ചായയാണ് കേട്ടോ. നല്ലൊരു ചായ അടിച്ച് ഇങ്ങനെ നടക്കും. നിങ്ങൾക്ക് ആ വ്യൂ ശരിക്കും കാണാൻ പറ്റുന്നില്ല, ഞാൻ ഫോണിലെടുത്ത് കാണിച്ചു തരാം. നല്ല കറക്റ്റ് കിട്ടും. ഇതാണ് അപ്പുറത്തെ വ്യൂ. കണ്ടാ ഫുള്ള് കോടയൊക്കെ ഇറങ്ങിയിട്ട് ഫുള്ള് നിൽക്കുന്നതാണ്. ഇത് എല്ലാം ആ സ്റ്റാൻഡിൻ്റെ സൈഡ് ഭാഗമാണ്. കണ്ടാ ഇവിടെ എല്ലാം ബോർഡുണ്ട്, ഏതൊക്കെ വണ്ടി എങ്ങോട്ടുള്ളതെന്നുള്ള ഫുള്ള് ബോർഡും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അവിടെ എല്ലാം കണ്ടില്ലേ കോടയൊക്കെ കയറിയിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ വന്നിട്ട് രാവിലെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണം. രസമാണത്. നമ്മുടെ കിണ്ണക്കോര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടുള്ള ബസ് ഒരു 6:15 ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ വരുന്നത്. പിന്നെ തിരിച്ച് കോയമ്പത്തൂർ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 5:30 തൊട്ടാണ് ബസ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിലേക്കുള്ളത്. അപ്പോൾ അവിടുത്തെ ക്ലോക്കൊക്കെ വർക്കിംഗ് ആണ്. കണ്ടില്ലേ, സമയത്ത് 6 മണിയാവുന്നു, ക്ലോക്കൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കിണ്ണക്കോരയിലേക്ക് നമ്മൾ യാത്ര തുടരും. വന്നിട്ടുണ്ട് കിണ്ണക്കോര. സമയം 6:10 അപ്പോൾ നമ്മൾ കിണ്ണക്കോരയ്ക്കുള്ള ബസ്സിൽ കയറി. ഇവിടുന്ന് 6:15 എടുത്ത് 9:30 ആകുമ്പോൾ കിണ്ണക്കോരയിലെത്തും. അപ്പോൾ നമ്മുടെ കിണ്ണക്കോരയിലേക്കുള്ള യാത്ര തുടരുകയാണ്. പുള്ളിതാ വണ്ടി എടുക്കുന്നു. നമ്മളപ്പോൾ ഊട്ടി സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. സമയം കറക്റ്റ് 6:16 അപ്പോൾ റോഡിലൊക്കെ ഫുള്ള് പശയൊക്കെ വരുന്നത്. നട റോഡിലാണ് പശയൊക്കെ വരുന്നത്. അല്ല ഊട്ടിയിലെ വിസ്മയ കാഴ്ചകൾ വേണ്ട. അങ്ങനെയുണ്ട്. അവിടെ മരം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കറക്റ്റ് കിട്ടുന്നുണ്ട്. കണ്ട നമ്മുടെ കിണ്ണക്കോരയിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 49 രൂപ. ശരിക്കും ഒരു പോയിൻ്റ് അടിച്ചത് കിണ്ണക്കോര എന്നല്ല, ഹിരയാസിഗായ് അങ്ങനെ ഒരു പേരിലാണ് ഇവർ അയച്ചു തരുന്നത്. 49 രൂപയാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മൾ വന്ന വഴി, അതായത് കോയമ്പത്തൂർ നമ്മൾ വന്ന വഴി തന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ എവിടെയോ ചെന്നിട്ടുണ്ടോ തിരികെയാണെന്ന് തോന്നുന്നു. അതേ വഴി തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ മലനിരകളാണ്. കണ്ടില്ലേ, നമ്മൾ പോകുന്നത് ലൗഡെയിൽ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ലൗഡെയിൽ റോഡിലേക്ക് തിരിഞ്ഞു. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററാണ് ലൗഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. ആ റോഡാണ് നമ്മൾ പോകുന്നത്. ചെറിയ റോഡാണ് കേട്ടോ. നോക്കാം, ചെറിയ റോഡാണ്. നമ്മളതുവഴി പിന്നെ ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ വീണ്ടും പോകുന്നു. നമ്മൾ ടോയ് ട്രെയിനൊക്കെ വരുന്ന സ്ഥലം ഇതാന്ന് തോന്നുന്നു. അവിടെ കുറേ ട്രെയിൻ പാളങ്ങളാണ്. ആ സൈഡ് അല്ല ലൗഡയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
മറ്റൊരു ദിവസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ഈ കാഴ്ചയാണ് നോക്കിക്കോ. കറക്റ്റ് കാണുന്നില്ല, അവിടെ എനിക്ക് തോന്നുന്നു വലിയ ടൗണൊക്കെ കറക്റ്റ് കാണാം. നമുക്ക് അടിപൊളിയായിട്ടുള്ളത് കറക്റ്റ് ഇതിലെടുത്ത് ഒന്നും കാണുമല്ലോ, ഫോണിലെടുത്ത് കാണിച്ചത് അടിപൊളി വ്യൂ അല്ലേ. അവിടെ നോക്ക്, ആഹാ എന്താ ആ സൈഡ് ഫുള്ള് നോക്കി അവിടെ കാണാൻ പറ്റും. അവിടുത്തെ മേഘം നിൽക്കുന്നത് നോക്ക്, ആ മേഘം നിൽക്കുന്നുണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കോയമ്പത്തൂർ ടൗണിൻ്റെ ആയിരിക്കും ഫുള്ള് കാണുന്നത്. കാട്ടിക്കൂട്ടം അതിൻ്റെ ടെക്നിക്കുന്നുണ്ട്. കാണുന്ന ഒരു ഡാമിൻ്റെ എക്സിറ്റ് വേ ആണ്. ഇങ്ങോട്ട് കയറി കാണുന്നുണ്ടായിരുന്നു. മേളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഡാം കാണാൻ പറ്റുന്നില്ല. മേളിൽ കയറി ചെന്ന് നോക്കാം. ഇതാണ് ആ ഡാമിൻ്റെ ഇറങ്ങി മന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഇപ്പോൾ കഴിക്കാൻ നിർത്തിയാണ്. നേരെ നമ്മൾ കഴിക്കാനായിട്ട് നടന്നു പോകുന്നു. തക്കാളി ചോറ് രാമോല് ഒക്കെ അവിടെ കണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനം തക്കാളി ചോറ്. കൂടെ തന്നെ കുറേ ചട്നി ഉണ്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ 7:40 ആയപ്പോൾ വന്ന് നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോൾ ഇവിടെ പാലളന്നിട്ടുള്ള പരിപാടിയാണ്. പാലളന്നിട്ട് രാവിലെ ഏകദേശം 7:45 പാലളന്നിട്ട് കിട്ടുകയാണ്. രാവിലെ ഇവിടെ അളന്നിട്ട് പിന്നെ അവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന പരിപാടിയാണ്. ഇത് മഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ കഴിച്ച ഫുഡ് 50 രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത്. ആ തക്കാളി ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. നമ്മളിനി 8 മണിയാകുമ്പോഴാണ് ഇനി ഇവിടെ നിന്ന് എടുക്കുക. രാവിലെ ഇവിടുത്തെ പൂച്ചന്തയൊക്കെ നല്ല ആക്റ്റീവാണ്. മുല്ലപ്പൂവും ജമന്തിയും എല്ലാം സെറ്റായിട്ട് കുറേ പൂവൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല മുല്ലപ്പൂവൊക്കെ ഇരിപ്പുണ്ട്. നല്ല മുല്ലപ്പൂ ജമന്തി. കുറേ കഴിഞ്ഞപ്പോൾ ഫുള്ള് കോട. ഓക്കെ, സമയം 9:15 രാവിലെ.
വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു അമ്പലത്തിൽ പ്രോഗ്രാമിനായിട്ട് ഒരു 10 മിനിറ്റ് നിർത്തി. സംബന്ധിച്ച് വെച്ചപ്പോൾ നട റോഡിൽ 3 ആടിനെ വെട്ടുക. കാണിക്കാൻ പറ്റില്ല. ഫുള്ള് 3 ആടിനെ നട റോഡിൽ ഫുള്ള് വെട്ടിയിട്ടേക്കാണ്. ഒറ്റ വെട്ട്, തല വേറെ ആട് വേറെ. അതാ അടുത്ത ആടിനെ വെട്ടുന്നു. 2 വെട്ട് ആടും തീർന്നു. കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണക്കോരയിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. 2-3 സ്റ്റോപ്പുണ്ട്. കിണ്ണക്കോര എന്ന് കഴിഞ്ഞാൽ ഇതാണ് ഒരു മെയിൻ സ്റ്റോപ്പ് വരുന്നത്. ഇപ്പോൾ ഒരു 9 ആകുമ്പോൾ വണ്ടി തിരിച്ചുണ്ട്. കണ്ടില്ലേ, എല്ലാ സൈഡെല്ലാം ഇങ്ങനെ ഫുള്ളുണ്ട്. ഇവിടെ ഇങ്ങനെ ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ലെന്ന് അറിയില്ല. ഇങ്ങനെ മഞ്ഞിങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വീടുകളും ഇതെല്ലാം ഉണ്ട്. കിണ്ണക്കോര നമ്മൾ വന്നു കഴിഞ്ഞാൽ നോക്കട്ടെ, ആ കാട്ടിക്കൂടുള്ള യാത്രയും അതേപോലെ തന്നെ ഇവിടുത്തെ മഞ്ഞ് നമുക്ക് കണ്ട, അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. 2-3 കടകൾ എല്ലാം ഇവിടെ ഉണ്ട്. പറഞ്ഞാൽ ഇത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാലും സൂര്യന് അവിടെ ഉണ്ട്. എന്നാലും ശരിക്കും നല്ല മഞ്ഞൊക്കെയുള്ള സമയത്ത് ശരിക്കും സൂര്യൻ ഉദിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് എന്തൊക്കെയാണ് പറയുന്നത്. സൂര്യന് താമസിച്ച് ഉദിക്കുന്ന സ്ഥലം ആണ് കിണ്ണക്കോര എന്നാണ് പറയുന്നത്. ഇപ്പോഴും മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തുള്ളി ആയിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു മഞ്ഞ്. എന്ന് കഴിഞ്ഞാൽ എന്താ കണ്ട, അതൊരു ടീ ഫാക്ടറിയാണ്. ഇവിടെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടീ ഫാക്ടറി കാണാം. അതേപോലെ തന്നെ ഇവരോട് കൂടെ നേരെ നമുക്ക് ആ ബസ്സിന് പോവുകയും ചെയ്യാം. ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ 2-3 സ്ഥലങ്ങളുണ്ട് കിണ്ണക്കോരയിൽ. ഇതുണ്ട്, ഇവിടെ ഒരു ചായക്കടയുണ്ട്. അപ്പുറത്തെ നൂഡിൽസും ഇതെല്ലാം കൊടുക്കുന്ന കടയുണ്ട്. അങ്ങനെ 2-3 കടകളുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് കിണ്ണക്കോരയുടെ കാഴ്ചകൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞും കൊണ്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കും. നല്ല രസമുണ്ട്. കണ്ടാ, അപ്പോൾ ഇത്രയാണ് കിണ്ണക്കോരയിലെ കാഴ്ചകൾ. ഇനി അടുത്ത സ്ഥലത്തെ കാഴ്ചകൾ കാണുന്നതിനും വരെ സൈനിങ് ഓഫ് ഫ്രം മീറ്റ് ആൻഡ് എക്സ്പ്ലോർ.